ബിരിയാണി നമ്മുടെ ഇടയിലെ മിക്ക ആളുകളുടെ ഫേവറേറ്റ് ഡിഷുകളൊന്നായിരിക്കുമല്ലേ ബിരിയാണി. പക്ഷേ ഈ ബിരിയാണി ഒന്ന് വെച്ചാലോ എന്ന് ചോദിച്ചാൽ പലരുടെയും നെറ്റിയൊളി. ബിരിയാണി വെക്കുന്നതിലും നല്ലതെന്നാൽ ചോറും കറിയും വെച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ ഒന്ന് നെറ്റി ചുളിക്കുന്നവരാണ് പലരും. കാരണം ബിരിയാണി വെക്കാൻ എടുക്കുന്ന സമയവും അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടെല്ലാം ഓർത്തിട്ട് നമ്മൾ മിക്കവരും ചോറും കറിയിൽ ഒതുങ്ങുന്നവരാണല്ലേ. എന്നാൽ വളരെ ഈസി ആയിട്ടും എന്നാൽ അത്രയും സമയമൊന്നും എടുക്കാതെ നമുക്ക് വീട്ടിലൊന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ. സമയം കുറച്ച്, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ആ ടേസ്റ്റിലും കിട്ടിയാലോ. അപ്പം അത്തരത്തിലുള്ളൊരു ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം നിങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ബിരിയാണി മേക്കിങ്ങിലേക്ക് കിടക്കാം. കുക്കറൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യോടൊപ്പം അല്പം ഓയിലും കൂടി ചേർക്കേണ്ടതുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ബിരിയാണീൻ്റെ ഫ്ലേവർ തരുന്ന മസാലകളുടെ കൂട്ടല്ലേ. അപ്പം അതിനുവേണ്ടി ബേ ലീഫും തക്കോലവും കറുവാപ്പട്ടയും അതോടൊപ്പം തന്നെ ഗ്രാമ്പുവും ഏലക്കയൊക്കെ നമ്മൾ ചേർക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പും അതോടൊപ്പം തന്നെ കിസ്മിസും ഒന്ന് ചേർക്കാം. അപ്പം ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വളരെ നേർത്തിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാള അതും കൂടെ ചേർക്കുകയാണ്. അപ്പം സവാള ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുവരേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബിരിയാണീൻ്റെ ഫ്ലേവർ പൂർണ്ണമാവുകയുള്ളൂ. അപ്പം അതും കൂടി ചേർത്ത് കഴിഞ്ഞു. ഇനി പച്ചമുളകും കൂടി ചേർക്കാം. അപ്പം പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം കുറച്ചൊന്ന് കളറ് മാറിയതിന് ശേഷം നമ്മുടെ തക്കാളി ചേർക്കാം. തക്കാളി എപ്പോഴും സവാള ഒന്ന് വഴണ്ടതിന് ശേഷമായിരിക്കും ചേർക്കുക, കാരണം ഇതിൻ്റെ വേവ് കുറച്ചും കൂടി കുറവാണ്. അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് നമ്മൾ വഴറ്റിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ബിരിയാണി മസാല. അപ്പം ബിരിയാണി മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. എന്നാലും നമുക്ക് വീട്ടിൽ മസാല ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടായിരിക്കും. ഏതായാലും ബിരിയാണി മസാല വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഏതായാലും പൊടിച്ചെടുത്ത ബിരിയാണി മസാലയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലി മൊത്തമായിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഏതായാലും ബിരിയാണി മസാല നമ്മുടെ റെഡിയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി അവിടെ തയ്യാറാവുന്നുണ്ട്. ആ സമയത്ത് അപ്പോൾ അതിലേക്ക് അല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മുടെ ബിരിയാണി മസാല നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ബിരിയാണി മസാലകൾ നമ്മൾ വാങ്ങാൻ കിട്ടും. ആ ബിരിയാണി മസാലകളുടെ ബ്രാൻഡും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കാം. അല്ലെങ്കിൽ ബിരിയാണിക്ക് ആ ടേസ്റ്റ് നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് നമുക്ക് വരില്ല. അപ്പം ബിരിയാണി മസാലയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്കിനി നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ചിക്കനൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് ഈ സമയം കൊണ്ട് റെഡി ആയിരിക്കും. ഏതായാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. അതിന് ശേഷം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അല്പം തൈര് ചേർക്കണം. അപ്പം നല്ല കട്ട തൈര് എടുത്തിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ 2 സ്പൂണ്, ഞാൻ ടീസ്പൂണിലാണ് എടുക്കുന്നത്, ഇത് ടേബിൾ സ്പൂണിലല്ല. അപ്പം 2-3 സ്പൂണ് നമുക്ക് തൈരും കൂടി ചേർക്കാം. അപ്പോൾ ഒരുപാട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും. പക്ഷെ നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള തൈരും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇനി പുതിന ഇലയും അതോടൊപ്പം തന്നെ മല്ലിയിലയും ഇത് രണ്ടും മെയിനായിട്ട് നമ്മൾ ചേർക്കണം. ഇതും തൈരും മസാലയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ബിരിയാണിയുടെ ആ ടേസ്റ്റ് അല്ലെങ്കിൽ ബിരിയാണീൻ്റെ ആ ഫ്ലേവറിൻ്റെ മണം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു മസാലയാണിത്. കാരണം അരിയും അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കനും നമ്മുടെ മസാലയൊക്കെ ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുന്ന രീതിയാണ്.
നോർമൽ രീതിയിൽ നമ്മൾ കേരളത്തിലൊക്കെ വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അരി സെപ്പറേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്ലേവറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുക പതിവ് അല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല, രണ്ടും ഒന്നിച്ചുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ബിരിയാണി, അല്ലെങ്കിൽ നമ്മുടെ ആമ്പൂർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാം അല്ലേ. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫ്ലേവറാണിത്. ഏതായാലും ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ചിക്കനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ പുതിനയിലയും അതുപോലെ തന്നെ ബിരിയാണി മസാലയും തൈരും എല്ലാം ഒന്ന് മിക്സായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. അതോടൊപ്പം തന്നെ ചിക്കനിലെ വെള്ളവും ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇനി നമ്മുടെ കുതിർത്ത് വെച്ച ബസ്മതി റൈസ്, അപ്പോൾ ബസ്മതി റൈസ് കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 2.5 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ആ മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ബിരിയാണി നമ്മുടെ അരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. കാരണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ അത് വെന്ത് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ വെള്ളം ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും വെള്ളം കുക്കറിലാണെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുറച്ച് വെക്കും. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലായിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കാറ്. സാധാരണ രീതിയിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമൊക്കെ മതിയായിരിക്കും. പക്ഷേ അടിയിൽ പിടിക്കുമെന്നുള്ള പേടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു കാര്യം ചെയ്യാം. 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങ നീര്, അപ്പം നാരങ്ങ നമുക്ക് ഒരു മുഴുവൻ നാരങ്ങ നമുക്കിതിലേക്ക് ചേർക്കാം. എന്നാലും മാത്രമേ നമ്മുടെ ബിരിയാണി മസാലയുടെ ആ ഫ്ലേവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നോർമലായിട്ട് ഉപ്പ് ചേർക്കുന്നതിന് പകരം ഉപ്പ് ഒരല്പം ഏറി നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഉപ്പ് ഒന്ന് ഫീൽ ചെയ്യണം, അതായത് കുറച്ച് സോൾട്ടി ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം ആ നമ്മുടെ ബിരിയാണീൻ്റെ മിക്സിൽ. എന്നാൽ മാത്രമേ നമ്മുടെ അരിയിലും ചിക്കണിലും മസാലയിലൊക്കെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഉപ്പ് ലഭിക്കുകയുള്ളൂ. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉപ്പും ചേർത്ത് നാരങ്ങയും ചേർത്ത് നമ്മൾ ബിരിയാണി ചൂടാക്കാൻ വെക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, അതാണ് ഇതിൻ്റെ കണക്ക്. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ വെക്കുക അതിൽ തന്നെ. അതിനുശേഷം പതിയെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി, നമ്മുടെ ഫ്ലേവേർഡ് ബിരിയാണി റെഡിയാണ്. ഇതിനൊപ്പം ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ച് തന്നെ. ഏതായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.